എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജനുവരി 26 നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്താണ് റിപ്പബ്ലിക്? ജനങ്ങൾ സ്വയം തിരഞ്ഞെടുക്കുന്ന രാഷ്ട്രത്തലവന്മാർ ആ രാജ്യത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് ഭരണം നിർവഹിക്കുന്ന രാജ്യത്തെയാണ് ഒരു റിപ്പബ്ലിക് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. ഇന്ന് രാജ്യം 73ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പല കൂട്ടുകാർക്കും ചില സംശയങ്ങളുണ്ടാവും. 1947 ആഗസ്റ്റ് 15-നാണല്ലോ ഇന്ത്യ സ്വതന്ത്രയായത്. അന്ന് എന്തുകൊണ്ട് ഇന്ത്യ റിപ്പബ്ലിക് ആയില്ല എന്നുള്ള സംശയം ചില കൂട്ടുകാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. 1947 ആഗസ്റ്റ് 15-നാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രയാവുന്നത്. എന്നാൽ അന്ന് നമുക്ക് സ്വന്തമായി ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. 1935 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പരിഷ്കരിച്ചുകൊണ്ടായിരുന്നു പുതിയൊരു ഭരണഘടന ഉണ്ടാകുന്നത് വരെ നമ്മൾ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തിന് വേണം എന്നുള്ള ഒരു നിലപാട് നമ്മുടെ ദേശീയ നേതാക്കന്മാർക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന ആ ഒരു ഘട്ടത്തിൽ തന്നെ 1946 ഒരു ഭരണഘടന സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിക്കുന്നത്. ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊള്ളുന്നത് 1946 ഡിസംബർ 6-ാം തീയതിയാണ്. 1946 ഡിസംബർ 6-ാം തീയതി രൂപീകരിക്കപ്പെട്ട ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുമ്പോൾ വിഭജിക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇന്ത്യയാണ്. ഇപ്പോൾ പാകിസ്ഥാൻ്റെയും ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെയും ഒക്കെ പ്രദേശങ്ങളിൽ നിന്നും ആ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യ വിഭജിക്കപ്പെട്ട സമയത്ത് 1947 ആഗസ്റ്റ് 15-ന് പാകിസ്ഥാനിലെയും ഇന്നത്തെ ബംഗ്ലാദേശിലെയും ഒക്കെ തന്നെ പ്രദേശങ്ങളിൽ നിന്നും പ്രതിനിധികളാക്കപ്പെട്ടിരുന്ന ആളുകളൊക്കെ തന്നെ ഒഴിവായി 299 അംഗങ്ങളായിട്ട് ആ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം മാറി. 1946 ഡിസംബർ 6-ാം തീയതി രൂപീകരിക്കപ്പെട്ട ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഡിസംബർ 9-ാം തീയതി അതിൻ്റെ ആദ്യ യോഗം ചേരുകയാണ്. 1946 ഡിസംബർ 9-ാം തീയതി ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗത്തിൽ താൽക്കാലിക അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. പിന്നീട് അതിനടുത്ത ദിവസം തന്നെ ഈ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് ഒരു സ്ഥിരം അധ്യക്ഷനെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വലിയ ആലോചനകൾ നടത്തിയിട്ടുണ്ട്. നിരവധി യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പല രാജ്യങ്ങളുടെയും ഭരണഘടനയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സവിശേഷതകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് അവരുടേതായ ഒരു ഭരണഘടന ഉണ്ടാക്കുക എന്ന ഏറെ സമഗ്രമായ ഒരു ദൗത്യമാണ് ഭരണഘടനാ നിർമ്മാണ സഭ നിർവഹിച്ചത്. ആ ദൗത്യത്തിൽ അവർ ഏറെക്കുറെ വിജയിച്ചു. മഹത്തായ ഇന്ത്യൻ ഭരണഘടന അങ്ങനെയാണ് രൂപം കൊണ്ടത്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് 1949 നവംബർ 26-ാം തീയതിയാണ്. ഈ ഭരണഘടനാ നിർമ്മാണ സഭ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിരവധിയായ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയ്യ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, ഡോക്ടർ BR അംബേദ്കറിനെ പോലെയുള്ള നിരവധി ആളുകൾ ആ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സബ് കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അഥവാ ഈ ഭരണഘടനയുടെ കരട് രൂപീകരിക്കുന്ന കമ്മിറ്റി. അപ്പോൾ ആ കരട് രൂപീകരിക്കുന്ന കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ കരട് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ ദീർഘമായ ഒരു പ്രക്രിയയിലൂടെ അതിൻ്റെ കരട് തയ്യാറാക്കുകയും ഈ ഡ്രാഫ്റ്റ് ഒടുവിൽ 1949 നവംബർ മാസം ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കി. അങ്ങനെ വലിയ ചർച്ചയുടെ ഒക്കെ തന്നെ ഭാഗമായിട്ടാണ്
1949 നവംബർ 26 ഈ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത്. ഈ കരടിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകിയത് 1949 നവംബർ 26 നവംബർ 26 ഇന്ത്യ ഇന്ന് ഭരണഘടനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭ തയ്യാറാക്കി അംഗീകാരം നൽകിയിട്ടുള്ള ഈ ഭരണഘടന നിലവിൽ വരണം. അപ്പോൾ ഈ ഭരണഘടന ഏത് ദിവസം മുതലാണ് നിലവിൽ വരേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അവിടെ ഉണ്ടായ ഒരു പൊതു അഭിപ്രായം ജനുവരി 26 ഈ ഭരണഘടന രാജ്യത്ത് നിലവിൽ വരണമെന്നാണ്. 1950 ജനുവരി 26 ഈ ഭരണഘടന രാജ്യത്ത് നിലവിൽ വരണം എന്നുള്ളൊരു പൊതു അഭിപ്രായം അവിടെയുണ്ടായി. അങ്ങനെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ജനുവരി 26 നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടവുമായി ബന്ധപ്പെട്ട് ജനുവരി 26 വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഐതിഹാസികമായ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം. ആ ലാഹോർ സമ്മേളനത്തിൽ കുറേ സുപ്രധാനമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു തീരുമാനം 1929 ലാഹോർ സമ്മേളനത്തിൽ കൈക്കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം 1930 ജനുവരി 26 ഇന്ത്യ പ്രതീകാത്മകമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം എന്നതായിരുന്നു. സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല, എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതീകാത്മകമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ രാജ്യത്തുടനീളം ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കണമെന്നാണ് അന്നത്തെ യോഗം തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തുടനീളം ജനുവരി 26 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനാഘോഷമായിട്ട് രാജ്യത്തുടനീളം ആഘോഷിക്കപ്പെട്ടു. അത് നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ ഐതിഹാസികമായൊരു സംഭവമായിരുന്നു. ആ ദിവസത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വരേണ്ടത് 1950 ജനുവരി 26 എന്നുള്ളൊരു പൊതു തീരുമാനമുണ്ടായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മഹത്തായ ഭരണഘടന, നമ്മുടെ രാജ്യം എന്താണ് എന്ന് നിർണ്ണയിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആധികാരിക പ്രമാണരേഖയായിട്ടുള്ള നമ്മുടെ ഭരണഘടന രാജ്യത്ത് നിലവിൽ വന്നത് 1950 ജനുവരി 26 അങ്ങനെയാണ് നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട്. നമ്മുടെ രാജ്യം എന്താണ് എന്ന് ആ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കാണ് എന്ന് ആ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രതിപാദിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെ നിർവഹിക്കപ്പെടണം, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെ സംവിധാനം ചെയ്യണം, ഇത് സംബന്ധിച്ച് കൃത്യമായ കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ ഭരണഘടന അനുസരിച്ചാണ് നമ്മുടെ രാജ്യത്ത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും അവകാശങ്ങളും കടമകളും ഒക്കെ തന്നെ ഉറപ്പു നൽകുന്നത്. ഭരണഘടന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ആ ഭരണഘടന നിലവിൽ വന്ന ജനുവരി 26 നാം റിപ്പബ്ലിക് ദിനമായിട്ട് ആഘോഷിക്കുന്നു. അതിനുശേഷം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ സ്വയം തിരഞ്ഞെടുത്ത ആളുകളാണ് നമ്മൾ ഭരിക്കുന്നത്. ആ ഭരണാധികാരികൾ, ആ ഭരണത്തലവന്മാർ നമ്മുടെ രാജ്യത്ത് ഭരണം നിർവഹിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ചാണ്. അപ്പോൾ ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 73ാം റിപ്പബ്ലിക്ക് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യവും മതനിരപേക്ഷവുമായ എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉത്തമ പൗരനായി മാറുക എന്ന നമ്മുടെ ഉത്തരവാദിത്തത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ആ നിലയിൽ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം ഈ കൊറോണ വ്യാപനത്തിൻ്റെ വീണ്ടും സ്കൂളുകൾ അടച്ചുപൂട്ടി വീടുകളിൽ ഇരിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദ്യമായ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.